ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. എല്ലാ മക്കൾക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ +2 CBSE ബോർഡ് എക്സാമിനേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ടോപ്പിക്ക് മുഴുവനായി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, കവർ ചെയ്യുന്നതായിരിക്കും. കപ്പാസിറ്റർ ഈച്ച് ആൻഡ് എവറി ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ റെഡി, നമുക്ക് പഠിച്ചു തുടങ്ങാം. കപ്പാസിറ്റർ മക്കളെ, എന്താണ് ഒരു കപ്പാസിറ്റർ എന്ന് പറയുന്നത്? ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ചാർജിനെ സ്റ്റോർ ചെയ്യും, അതേപോലെ എനർജി എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. എന്താണ് ഒരു കപ്പാസിറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഒരു കപ്പാസിറ്ററിനകത്ത് 2 പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു കപ്പാസിറ്ററിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്വാഭാവികമായിട്ടും ബാറ്ററി നെഗറ്റീവും പോസിറ്റീവും ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ് പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു മക്കളെ, അക്യുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും വളരെ സിമ്പിളാണ്. എന്താണ് ഈ കപ്പാസിറ്റർ പ്ലേറ്റിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. നമ്മൾ കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ കൂടുതൽ ചാർജ് അവിടെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. അല്ല, തിരിച്ചു പറഞ്ഞാൽ കൂടുതൽ ചാർജ് ആ കപ്പാസിറ്റർ പ്ലേറ്റ് വന്നാൽ ആ കപ്പാസിറ്റർ പ്ലേറ്റ് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ സിമ്പിളി ചാർജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും, വോൾട്ടേജ് ആയിരിക്കും. ദെൻ നമുക്ക് പറയാം ചാർജ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് സി ഇൻറ്റു എന്താണ്, വോൾട്ടേജ് ആയിരിക്കും. Q ഈസ് ഈക്വൽ ടു CV എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കവിടെ കിട്ടുന്നത്. ഇതാണ് കപ്പാസിറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. Q ഈസ് ഈക്വൽ ടു CV. ഈ C എന്ന് വെച്ചാൽ എന്താണ്, സീനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റൻസ്. എന്താണ് കപ്പാസിറ്റൻസ്? നിങ്ങൾ ഇക്വേഷൻ കണ്ടാൽ മനസ്സിലാവും. സിയുടെ വാല്യൂ കൂടിയാൽ ക്യൂയുടെ വാല്യൂ കൂടും, അതായത് കൂടുതൽ ചാർജിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കപ്പാസിറ്റൻസ്? എബിലിറ്റി ഓഫ് എ കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ എബിലിറ്റിയാണ്. എന്തിനുള്ള എബിലിറ്റിയാണ്? ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്ററിൻ്റെ എബിലിറ്റിയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ യൂണിറ്റ് മക്കളെ മറ്റൊന്നുമല്ല, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത നോക്കാനായിട്ട് പോകുന്നത് ആ കപ്പാസിറ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. എക്സ്പ്രഷൻ ഫോർ എന്താണ്, കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിൻ്റെ ഒരു എക്സ്പ്രഷനിലോട്ടാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, മിക്ക എക്സാമിനേഷനും ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. എക്സ്പ്രഷൻ ഫോർ എന്താണ്, കപ്പാസിറ്റൻസ്. ആദ്യമേ നമ്മൾ സിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. C ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, Q/V ആണ്. ഓക്കെ, ഈ പ്ലേറ്റിലെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ നമുക്ക് പറയാം ആ പ്ലേറ്റിലെ ഏരിയ A ആണ്. ആ പ്ലേറ്റിൻ്റെ ഏരിയ A ആണ്. ആ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് D ആണ്. ആ പ്ലേറ്റുകൾക്ക് അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്. അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, E ആണെങ്കിൽ ശ്രദ്ധിക്കും മക്കളെ, ഈ കപ്പാസിറ്റർ പ്ലേറ്റിനകത്തുള്ള ചാർജിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. Q ഈസ് ഈക്വൽ ടു എന്താണ്, സിഗ്മ ഇൻറ്റു A നമുക്കറിയാവുന്നതാണ്. ചാർജ് സർഫസ് ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ടോട്ടൽ ഏരിയ ആണ് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ വോൾട്ടേജ് ഇൻഡിക്കേഷനെ മാറ്റാൻ പോകുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം V ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡും ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇതിനക്രോസ് ഉള്ള വോൾട്ടേജ് V ആണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അവിടുത്തെ ആ വോൾട്ടേജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ എൻ്റെ മക്കളെ എന്താണ് ഇലക്ട്രിക് ഫീൽഡും വോൾട്ടേജും ഡിസ്റ്റൻസും റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. V ഈസ് ഈക്വൽ ടു E ഇൻറ്റു D. ഇടിയപ്പോൾ എന്ന് ഓർത്താൽ മതി. അടിപൊളിയല്ലേടാ? ഇനി ഈ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു വെച്ചോ. ആ 2 പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സിഗ്മ ബൈ എന്താണ്, ε0 ആണ്. ഇതെടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ V ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും സിഗ്മ ബൈ ε0 ഇൻറ്റു എന്താണ്, D. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണ്, ഈ രണ്ടാമത്തെ ഇക്വേഷനെയും ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെയും നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ ആൻസറിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ദെൻ C ഈസ് ഈക്വൽ ടു മക്കളെ നമുക്ക് എന്താണ് കിട്ടുന്നത്, നമുക്ക് Qന് പകരം സിഗ്മ A എഴുതാം. അതേപോലെ തന്നെ Vക്ക് പകരം സിഗ്മ D ബൈ ε0 എന്ന് എഴുതാം. സിഗ്മ വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് കിട്ടി C ഈസ് ഈക്വൽ ടു എന്താണ്, ε0 A/D ആണ്. C ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ, ε0 എന്താണ്, A/D ആണ്. ഇനി ഈ കപ്പാസിറ്റർ പ്ലേറ്റിനിടയിലോട്ട് നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം വെച്ചു. എന്താ ഡൈലക്ട്രിക് മീഡിയം? ഒരു ഇൻസുലേറ്റർ വെച്ചു. ഒരു ഇൻസുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഒരു ഇൻസുലേറ്റർ നമ്മൾ ഇതിനിടയിലോട്ട് വെച്ചു. ഇതിനിടയിലോട്ട് നമ്മളൊരു ഇൻസുലേറ്റർ വെച്ച് കഴിഞ്ഞാൽ മക്കളെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാവോടാ, ഇതിനെ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒരു മീഡിയം വന്നു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് K ടൈംസ് ഇൻക്രീസ് ചെയ്യും. ഇൻക്രീസ് ചെയ്യും. മറ്റേ ഇക്വേഷൻ എന്താണ്, ε0 A ബൈ എന്താണ് D. ഇതെന്തിൻ്റെ കേസാണ്, എയർ ആണല്ലേ. എയർ ആണെങ്കിലാണ് ഈ ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം C മീഡിയം എന്ന് പറയുന്നത് K ടൈംസ് എന്താണ്, C എയർ ആണ്. അതായത് ഒരു ഡൈഇലക്ട്രിക് മീഡിയം, ഒരു ഇൻസുലേറ്റർ അതിൻ്റെ ഇടയിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യും, K ടൈംസ് ഇൻക്രീസ് ചെയ്യും. K എന്താണ്, ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ε0r എന്നും നമ്മളിതിനെ വിളിക്കാറുണ്ട്. ε0r ഓർ എന്താണ്, K.
റെഡി അല്ലേ? ഇനി അടുത്തത് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്റർ നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം, സീരീസും അതേപോലെ എന്താണ് മക്കളെ പാരൽ കോമ്പിനേഷൻ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം ആയിരിക്കും, രണ്ട് കപ്പാസിറ്റർ കുറിച്ചുള്ള ചാർജ് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് വി ആണെങ്കിൽ ഫസ്റ്റ് കപ്പാസിറ്റർ ക്രോസ് V1, സെക്കൻഡ് കപ്പാസിറ്റർ ക്രോസ് V2, ഫസ്റ്റ് കപ്പാസിറ്റൻസ് C1, സെക്കൻഡ് കപ്പാസിറ്റൻസ് C2 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ തുടങ്ങുന്നത്. V ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V ഈക്വൽ ടു V1 പ്ലസ് എന്താണ് V2 ആണ്. നമുക്കറിയാം V ഈക്വൽ ടു Q/C ആണ്. അപ്പോൾ നമുക്ക് എഴുതാം Q/C ഈസ് ഈക്വൽ ടു V1 പകരം Q1/C1, V2 പകരം Q2/C2. നമുക്കറിയാം ഇൻ സീരീസ് കോമ്പിനേഷൻ ചാർജുകൾ എന്തായിരിക്കും മക്കളെ? ചാർജുകൾ എന്താണ് മക്കളെ? സെയിം ആണ്. എങ്കിൽ നമുക്ക് ഇവന്മാരെല്ലാവരെയും വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് അവസാനത്തെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. എങ്ങനെ എഴുതാൻ പറ്റും? ദെൻ 1/C ഈസ് ഈക്വൽ ടു 1/C1 പ്ലസ് എന്തായിരിക്കും മക്കളെ? 1/C2. ഇനി ഇതേപോലെ പാരൽ കോമ്പിനേഷൻ ആണെങ്കിലോ എന്താ സംഭവിക്കുന്നത്? എടാ പാരൽ കോമ്പിനേഷൻ നമുക്കറിയാം, ഇതാണ് പാരൽ കോമ്പിനേഷൻ അല്ലേ? ഇങ്ങനെ കപ്പാസിറ്ററിനെ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. കൊടുക്കുന്ന വോൾട്ടേജ് V ആണ്. ഈ വരുന്ന ചാർജ് ബാറ്ററിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ചാർജ് Q ആണെങ്കിൽ ആ ചാർജ് ഈ കപ്പാസിറ്റർ ക്രോസും എന്ത് ചെയ്യുന്നു മക്കളെ? ഡിവൈഡ് ചെയ്തു പോകുന്നു. ഒന്നാമത്തെ കപ്പാസിറ്റർ കിട്ടുന്ന ചാർജ് Q1, രണ്ടാമത്തെ കപ്പാസിറ്റർ കിട്ടുന്ന ചാർജ് എന്താണ്? Q2 ആണ്. ഇവിടെ വോൾട്ടേജ് സെയിം ആയിരിക്കും, ചാർജ് ഡിഫറൻ്റ് ആയിരിക്കും. ഓർത്ത് വെച്ചോളാം, നേരത്തെ തന്നെ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്കിൽ നമുക്കിവിടെ എന്താ? ചാർജ് അല്ലേ ഇങ്ങോട്ടേക്ക് സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തു, ഇവിടെ ചാർജ് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് പറയാം Q ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ ഇക്വേഷൻ? Q1 പ്ലസ് എന്തായിരിക്കും? Q2 ആയിരിക്കും. Q ഈക്വൽ ടു CV രാമൻ നമുക്കറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ Qന് പകരം CV ഇട്ട് കൊടുത്തു, Q1 പകരം C1 V1 ഇട്ട് കൊടുക്കുന്നു. അതേപോലെ തന്നെ Q2 പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? C2 V2 ഇട്ട് കൊടുക്കുന്നു. C2 V2 നമ്മൾ ഇട്ട് കൊടുക്കുന്നു. എടാ നമുക്കറിയാം ഇൻ പാരലൽ കോമ്പിനേഷൻ വോൾട്ടേജ് ആർ സെയിം. വോൾട്ടേജ് സെയിം ആണ്. വെട്ടി കൊന്നു കളയുക, വോൾട്ടേജിനെ വെട്ടിക്കളയുക. നമുക്ക് കിട്ടിയ മക്കളെ ഇക്വേഷൻ C ഈസ് ഈക്വൽ ടു C1 പ്ലസ് എന്തായിരിക്കും? C2. ഇതാണ് എക്സ്പ്രഷൻ ഫോർ കപ്പാസിറ്റൻസ് അല്ലേ? പാരലൽ കോമ്പിനേഷൻ നമ്മൾ ചെയ്തു, സീരീസ് കോമ്പിനേഷൻ ചെയ്തു. അടിപൊളിയല്ലേടാ? ഇനി ലാസ്റ്റ് ടോപ്പിക്കാണ് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിനകത്ത് സ്റ്റോർ ചെയ്ത എനർജിയുടെ എക്സ്പ്രഷൻ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട? ഡെറിവേഷൻ പഠിക്കേണ്ട ഒരു എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതിയാവും. ഇക്വേഷൻ ഇതാണ്, പഠിച്ചു വെച്ചോളുക. എനർജി ഈസ് ഈക്വൽ ടു ½ CV² ആണ് ഫസ്റ്റിലത്തെ ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട് ഹാഫ് ഇൻറ്റു ചാർജ് ഇൻറ്റു വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, മൂന്നാമതൊരു ഇക്വേഷൻ ഉണ്ട്. മൂന്നാമത്തെ ഇക്വേഷന് വേണ്ടി നമുക്കറിയാം Q ഈക്വൽ ടു CV ആണല്ലേ? ഇതിൽ നിന്നാണ് ആക്ച്വലി ഈ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ബാക്കിയാണ് ഡിറൈവ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് V ഈക്വൽ ടു നമുക്ക് Q/, എന്തെഴുതാം മക്കളെ? Q/C എന്നെഴുതാം. V ഈക്വൽ ടു എന്താണ്? Q/, നമുക്ക് എന്തെഴുതാം? C എന്നെഴുതാൻ സാധിക്കും. അപ്പോൾ Vക്ക് വരെ ഞാൻ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയാടാ? എന്താ സംഭവിക്കാൻ പോകുന്നത്? യെസ്, Q²/C² ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. U ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു Q² എന്തെഴുതാം? നമുക്ക് C എന്നെഴുതാം. ഈ 3 ഇക്വേഷനാണ് നമുക്ക് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്ററിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ എനർജി ഡെൻസിറ്റിയുടെ ഒരു എക്സ്പ്രഷൻ കൊണ്ട് അതും കൂടെ മക്കളെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളുക. എനർജി ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ട്. എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന അവസാനത്തെ ഇക്വേഷൻ മാത്രം എഴുതുന്നു. ½ ഇൻറ്റു ε0 E². ഇതാണ് എനർജി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെച്ചോളൂ. എനർജി ഡെൻസിറ്റി എന്ന് വെച്ചാൽ എനർജി പെർ എന്താണ്? യൂണിറ്റ് വോളിയം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അകത്ത് ഈ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്ന സെക്ഷനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഒരു ഗ്രാഫും കൂടെ ഉണ്ട്, QV ഗ്രാഫാണ്. അതും കൂടെ എന്ത് ചെയ്യാം? നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കാം. യെസ്, ദിസ് ഈസ് QV ഗ്രാഫ്. ഇവിടെ നമുക്ക് Q കൊടുക്കാം, ഇവിടെ നമുക്ക് V കൊടുക്കാം. നമുക്കറിയാം Q ഈസ് പ്രപ്പോർഷണൽ ടു V ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് ഗ്രാഫ് കിട്ടുന്നത്. വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇനി ഇതിൻ്റെ സ്ലോപ്പ് എടുത്ത് നോക്കിയാലോ? ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റൻസ് ആയിരിക്കും. ദാറ്റ് മീൻസ് Q/V. ദാറ്റ് മീൻസ് അല്ലേ, സ്ലോപ്പ് എന്ന് വെച്ചാൽ Q/V ആണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? കപ്പാസിറ്റൻസ് ആണ് കിട്ടുന്നത്. ഇനി ഏരിയ എടുത്താലോ? ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ½ ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ½ ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് ചാർജ് ആണല്ലേ? ഹൈറ്റ് എന്ന് പറയുന്നത് ചാർജ് ആണ്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ½ QV കിട്ടി. ½ QV എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം സ്ലോപ്പ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ആണ്, ഏരിയ എന്ന് പറയുന്നത് എനർജിയാണ്. ഇത്രയും കാര്യങ്ങളാണ് കപ്പാസിറ്ററുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേടാ മക്കളെ? 2023 CBSE ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? 2 കപ്പാസിറ്റർ കണക്റ്റഡ് ഇൻ സീരീസ്,
ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി കോമ്പിനേഷൻ. ഡയറക്റ്റ് ഡെറിവേഷൻ ആണ് ഇത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് നമുക്ക് എന്ത് ചെയ്യാം, പരിപാടി വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 6 കപ്പാസിറ്റർ ഈ രീതിയിൽ കണക്ട് ചെയ്തു. ഇത് പല പ്രാവശ്യങ്ങളിൽ CBSE ബോർഡ് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് പല ടൈപ്പിൽ ചോദിക്കും. ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിയാൽ ഒന്നാമത്തെ കപ്പാസിറ്ററിൽ നിന്നും കണക്ഷൻ എടുത്തിട്ട് രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് ലെഗിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ കപ്പാസിറ്ററിനകത്ത് കണക്ഷൻ എടുത്തിട്ട് മൂന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് ലെഗിലാണ് എന്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇക്വലൻ്റ് കോമ്പിനേഷൻ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇക്വലൻ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നതെങ്കിൽ, അതായത് ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് ലെഗിൽ നിന്നും സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് ലെഗിലോട്ട്, ദെൻ സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് ലെഗിൽ നിന്നും തേർഡ് കപ്പാസിറ്ററിൻ്റെ തേർഡ് ലെഗിലോട്ട് കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സർക്യൂട്ടിനെ ഒന്ന് എന്ത് ചെയ്യുക, ഒരേ പൊട്ടൻഷ്യൽ വരുന്ന പോയിന്റുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഇക്വലൻ്റ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇക്വലൻ്റ് ഫിഗർ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ 3 കപ്പാസിറ്റർ വന്നാൽ ഒന്നും നോക്കണ്ട, ഈ 3 പേരും എങ്ങനെയായിരിക്കും, പാരലായിരിക്കും. കോമൺ സെൻസ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇതേപോലെ ഉണ്ടോ, ഇത് കിട്ടി, ഇതിൻ്റെ കിട്ടി. സെയിം തന്നെയാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഫസ്റ്റ് കപ്പാസിറ്റർ എടുത്തു, ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെയും സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് ലെഗ്. ഓക്കെ റെഡി? സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് ലെഗും തേർഡ് കപ്പാസിറ്ററിൻ്റെ സെക്കൻഡ് ലെഗും. ഓക്കെ, ഇതും എന്തായിരിക്കും, പാരലായിരിക്കും. അപ്പോൾ 2 പാരലിനെ സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പോൾ 2 പാരൽ കണക്ഷനെ സീരീസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതറിയാമെങ്കിൽ എളുപ്പത്തിൽ ഇതിന് ആൻസർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും. റെഡി അല്ലടാ മക്കളെ? ഇതെല്ലാം സി ആണ്. സി നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 3 കപ്പാസിറ്ററിൻ്റെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C1 + C2 + C3 ദാറ്റ് ഈസ് 3C. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് എന്തായിരിക്കും, 3C എന്ന് വരും. ഇതിൻ്റെ എഫക്റ്റീവ് എന്തായിരിക്കും, എഗെയിൻ 3C എന്ന് വന്നു. 2 ഈക്വൽ കപ്പാസിറ്ററിനെ പാരലായിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ കപ്പാസിറ്ററിൻ്റെ എന്തായിരിക്കും, പകുതിയായിരിക്കും. ഇപ്പോൾ 2 കപ്പാസിറ്റർ, ഒരേപോലത്തെ 2 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3C ആണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം 3C/2 ഈസ് ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാക്സിമം കൂട്ടുകാരിൽ എത്തിച്ചു കൊടുത്താലേ നമുക്ക് അടുത്ത വീഡിയോ ഇടാനൊക്കെ ഉഷാറ് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. എല്ലാവർക്കും ബൈ.